ഈ വീഡിയോയിൽ നമ്മൾ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ത്രൂ ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്നും എങ്ങനെയൊക്കെയാണ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ പ്രൊസീജിയറായിട്ട് മുന്നോട്ട് പോകേണ്ടതെന്നും ഒക്കെ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ മീൻസ് റീഓർഗനൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി ആൻഡ് ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ ടു വേസ്, either by reduction of share capital or through alteration of share capital. ബൈ റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പ്രോബ്ലം എല്ലാം ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പോർഷനിലേക്ക് കടക്കുകയാണ്, ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ബൈ ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ വഴിയുള്ള ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എങ്ങനെയൊക്കെ നടക്കാമെന്ന് വെച്ചാൽ either by increasing the number of shares or by consolidating the shares, subdividing the shares or by cancellation of unissued shares. ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ബൈ ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ നടത്തിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് എന്നൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So reconstruction by alteration of share capital. First one is through subdivision of shares. Alteration of share capital ൻ്റെ പ്രൊസീജിയർ പോകുന്നത് ഇങ്ങനെയാണ്. ഒന്നി നമ്മൾ ഷെയർസിൻ്റെ സബ്ഡിവിഷൻ നടത്തും, അല്ലാന്നുണ്ടെങ്കിൽ ഷെയർസ് സറണ്ടർ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ കൺസോൾട്ടേഷൻ ഓഫ് ഷെയർസ്. ചിലപ്പോൾ ഇതെല്ലാം സംഭവിക്കാം. അപ്പോൾ ഈ അക്കൗണ്ടിങ് പ്രൊസീജിയറാണ് വൺ ബൈ വൺ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് സബ്ഡിവിഷൻ ഓഫ് ഷെയർസ്. സബ്ഡിവിഷൻ എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് ദ കൺവേർഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ലാർജർ ഡിനോമിനേഷൻസ് ഇൻറ്റു ഷെയർസ് ഓഫ് സ്മോളർ ഡിനോമിനേഷൻസ്. അതായത് നമ്മുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, ഒരു ഷെയറിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമ്മളെപ്പോഴും നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണാമല്ലോ. ഫോർ എക്സാമ്പിൾ 20 per ഷെയർ അല്ലെങ്കിൽ 10 per ഷെയർ എന്നൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു എമൗണ്ടിനെ നമ്മൾ ആ ഒരു ബിഗ്ഗർ ഡിനോമിനേഷനെ ഒരു സ്മോളർ ഡിനോമിനേഷനിലേക്ക് കൊണ്ടുപോകുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബ്ഡിവിഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫേസ് വാല്യൂ ഓഫ് 1 ഷെയർ 20 rupees ആണെന്നുണ്ടെങ്കിൽ 20 rupeesനെ 10 rupeesലോട്ട് കൺവേർട്ട് ചെയ്താൽ എന്താണ് അതിൻ്റെ മീനിങ്, ലാർജർ ഡിനോമിനേഷൻ ആയ 20നെ സ്മോളർ ഡിനോമിനേഷനായ 10ലോട്ട് കൺവേർട്ട് ചെയ്തു. ദിസ് ഇസ് നോൺ എസ് സബ്ഡിവിഷൻ ഓഫ് ഷെയർസ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കൺവേർഷൻ നടത്താൻ നേരം on subdivision the amount of share capital remains same whereas the number of shares increases accordingly. നമ്മുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ടിൽ മാറ്റമൊന്നും വരില്ല, അത് സെയിം തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് 10 lakh rupees ആണെന്നുണ്ടെങ്കിൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10 lakh ആണെന്നുണ്ടെങ്കിൽ സബ്ഡിവിഷന് ശേഷവും ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എത്ര തന്നെ നിൽക്കും, 10 lakh തന്നെ നിൽക്കും. അതിൽ കുറവോ കൂടുതലോ ഒന്നും സംഭവിക്കില്ല. എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ റിമെയിൻസ് ദ സെയിം. എന്തിലാണ് മാറ്റം വരുന്നത്, ആ വാല്യൂ ഫോർ 1 ഷെയർ മാറും. ഒരു ലാർജർ ഡിനോമിനേഷനിൽ നിന്നും സ്മോളർ ഡിനോമിനേഷനിലേക്ക് എത്തിച്ചേരും. ഇത് കൂടാതെ നമ്പർ ഓഫ് ഷെയർസിൽ മാറ്റം ഉണ്ടാവും. നമ്പർ ഓഫ് ഷെയർസ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വാല്യൂ കുറയുമ്പോഴത്തേക്കും നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ ജേർണൽ എൻട്രി ആയിട്ട് നമ്മൾ അങ്ങനൊരു ട്രാൻസാക്ഷൻ അവിടെ സംഭവിക്കാൻ തന്നെ നമ്മളതിനെ ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യണം. ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, ജേർണൽ എൻട്രി റെക്കോർഡ് ചെയ്യണം. അപ്പം എന്താണ് ഈ സബ്ഡിവിഷനിൽ വരുന്ന ജേർണൽ എൻട്രി നമുക്ക് നോക്കാം. ജേർണൽ എൻട്രി ഇങ്ങനെ ആയിരിക്കും. നമ്മുടെ ബുക്കിലുള്ള ഓൾറെഡി ഉള്ള ക്യാപിറ്റൽ, ലാർജർ ഡിനോമിനേഷനിലുള്ള ക്യാപിറ്റലിനെ ബുക്കിൽ നിന്നും ക്യാൻസൽ ചെയ്യുക. ക്യാപിറ്റലിന് എപ്പോഴും എന്ത് ബാലൻസ് ആണെന്നറിയാം, ക്രെഡിറ്റ് ബാലൻസ്. ഇപ്പം നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ്. ഓൾറെഡി ഉള്ള ക്യാപിറ്റലിനെ ക്യാൻസൽ ചെയ്യുക, എന്നിട്ട് പുതിയ സ്മോളർ ഡിനോമിനേഷനിലുള്ള ക്യാപിറ്റലിനെ ബുക്കിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബ്ഡിവിഷൻ ഓഫ് ഷെയർസ്. സോ എൻട്രി ഇങ്ങനെയാണ് വരുന്നത്. ഓൾഡ് ഷെയർ ക്യാപിറ്റലിനെ ക്യാൻസൽ ചെയ്യണം. ഓൾഡ് ഷെയർ ക്യാപിറ്റലിനെ ക്യാൻസൽ ചെയ്യാൻ നേരം എൻട്രി എന്ത് ചെയ്യും, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ്. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. വാല്യൂ ഓഫ് 1 ഷെയർ 20 ആണ്. അതിനെ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, പുതിയ ഷെയർ ക്യാപിറ്റലിനെ ബുക്കിലിട്ട് റെക്കോർഡ് ചെയ്തു. ഷെയർ ക്യാപിറ്റൽ പുതിയത് വരുമ്പോൾ അതിന് എന്ത് ബാലൻസ് ആയിരിക്കും, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ഇത് ബുക്കിലോട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ സ്മോളർ ഡിനോമിനേഷൻ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്ത്, ടോട്ടൽ എമൗണ്ടിൽ മാറ്റമൊന്നുമില്ല. പഴയ ടോട്ടൽ എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ തന്നെ ആയിരിക്കും പുതിയത്. ന്യൂവും ഓൾഡിൻ്റെയും ടോട്ടൽ എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ സെയിം ആയിരിക്കും. എവിടേക്കാണ് മാറ്റം സംഭവിക്കുന്നത്, മാറ്റം വരുന്നത് വാല്യൂ ഓഫ് 1 ഷെയർ മാറും.
ലാർജർ ഡിനോമിനേഷനിൽ നിന്നും സ്മോളർ ഡിനോമിനേഷനിലേക്ക് മാറി. ഇത് കൂടാതെ എന്തും മാറും, നമ്പർ ഓഫ് ഷെയർസും മാറും. അപ്പോൾ അത് മാറുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇത് ഈ ഒരു എൻട്രി മാത്രമേ ഉള്ളൂ സബ് ഡിവിഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ. വേറെ ഒരു അക്കൗണ്ടിങ് പ്രൊസീജിയർ ഇവിടെ ഇല്ല. വളരെ സിമ്പിളാണ് സബ് ഡിവിഷൻ ഓഫ് ഷെയർസിൻ്റെ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. സബ് ഡിവിഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ട്രാൻസാക്ഷൻ. X Limited with a share capital of 60,000 equity shares of rupees 10 each fully paid. Resolved to subdivide existing shares into shares of rupees 5 each fully paid. Show journal entries. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് എക്സ് ലിമിറ്റഡ് ഓൾറെഡി എത്ര ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്? 60,000 ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു ഷെയറിന് എത്ര രൂപ വെച്ചാണ്? 10 rupees വെച്ചാണ്. അപ്പോൾ ഇവരെ എന്ത് തീരുമാനിച്ചു? സബ് ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. സബ് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ലാർജർ ഡിനോമിനേഷനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ എന്തിലേക്ക് കൊണ്ടുവരും? സ്മോളർ ഡിനോമിനേഷനിലേക്ക്. ഇപ്പോൾ സ്മോളർ ഡിനോമിനേഷനിലേക്കല്ലേ കൊണ്ടുവരുന്നത്? ഓക്കെ, 10 മാറി എത്രയായി? 5 rupees ആയി. ഒരു ഷെയറിന് 5 രൂപയായി. പ്രീവിയസ്ലി ഒരു ഷെയറിന് 10 രൂപയായിരുന്നു അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? എൻട്രി എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ പഴയ ക്യാപിറ്റലിനെ ബുക്കിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. പഴയ ക്യാപിറ്റൽ എന്താണ്? 60,000 ഷെയർസ് ഇൻറ്റു 10, അതായത് 6 lakh rupees ആണ് നമ്മുടെ പഴയ ഷെയർ ക്യാപിറ്റൽ അല്ലേ? അതിനെ നമ്മൾ ബുക്കിൽ നിന്നും ക്യാൻസൽ ചെയ്യുക. എൻട്രി വിൽ ബി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് 60,000 times 10, ദാറ്റ് ഇസ് 6 lakh. എന്നിട്ട് എന്തിനെ കൊണ്ടുവരിക? പുതിയ ഷെയർ ക്യാപിറ്റലിനെ ബുക്കിലേക്ക് കൊണ്ടുവരിക. പുതിയ ഷെയർ ക്യാപിറ്റൽ വരുമ്പോൾ എന്ത് ചെയ്താൽ മതി? ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എമൗണ്ട് എത്ര തന്നെ? 6 lakh തന്നെ, സെയിം എമൗണ്ട്. ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റലിൽ മാറ്റമൊന്നും വരുന്നില്ല. എവിടെയാണ് മാറ്റം വരുന്നത്? വാല്യൂ ഓഫ് ഷെയർ ചേഞ്ച് ചെയ്യുന്നു. പിന്നീട് എന്തും ചേഞ്ച് ചെയ്യും? നമ്പർ ഓഫ് ഷെയർസും ചേഞ്ച് ആവും. നമ്പർ ഓഫ് ഷെയർസ് പ്രീവിയസ്ലി 60 അല്ലേ? ഇപ്പോൾ എത്ര ആവും? ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ അറിയാം. എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എത്രയാണ്? 6 lakh. കാരണം ഇത് രണ്ടും സെയിം ആയിരിക്കും, 6 lakh. പക്ഷേ ഇവിടെ വാല്യൂ ഓഫ് 1 share 5 rupees അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ 5, ദെൻ യു വിൽ ഗെറ്റ് നമ്പർ ഓഫ് ഷെയർസ് 6 lakh. ഇവിടെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ വർക്കിംഗ്. 6 lakh ഡിവൈഡഡ് ബൈ 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 1,20,000 ഷെയർസ് ആയി. നമ്പർ ഓഫ് ഷെയർ ഇൻക്രീസ് ചെയ്തു. മുന്നേ എത്ര ഷെയർസേ ഉണ്ടായിരുന്നുള്ളൂ? 60,000 ഷെയർസ് ആയിരുന്നു. അത് സ്മോളർ ഡിനോമിനേഷനിലേക്ക് മാറിയപ്പോഴത്തേക്ക് നമ്പർ ഓഫ് ഷെയർ ഇൻക്രീസ് ചെയ്തു, 1,20,000 ഷെയർസ് ആയി. ഇപ്പോൾ നമുക്കിനി ബ്രാക്കറ്റിൽ എഴുതാം 1,20,000 times 5. എത്ര തന്നെ കിട്ടും? 6 lakh rupees തന്നെ കിട്ടും. ഇത്ര മാത്രമേ ഉള്ളൂ സബ് ഡിവിഷൻ്റെ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്. മറ്റൊന്നും ഇല്ല. ജേർണൽ എൻട്രി ക്ലിയർ ആയിട്ട് എഴുതിയാൽ മാത്രം മതി. ബാലൻസ് ഷീറ്റിലൊന്നും മാറ്റമില്ല. പഴയ ബാലൻസ് ഷീറ്റിലുള്ള ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് തന്നെയാണ് പുതിയ ബാലൻസ് ഷീറ്റിലും. പക്ഷേ നമ്മൾ എഴുതുമ്പം നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതുമല്ലോ. നമ്മൾ എഴുതാറുണ്ട് 1,20,000 ഷെയർസ് ഓഫ് rupees 5 each. പക്ഷേ പ്രീവിയസ് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്? 60,000 ഷെയർസ് ഓഫ് rupees 10 each എന്നായിരുന്നു എഴുതിയിരുന്നത്. ആ ഒരു വ്യത്യാസം ഉണ്ടാവും. ബാലൻസ് ഷീറ്റിൽ അത് ക്ലിയർ ആയിട്ട് എഴുതി കാണിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് സബ് ഡിവിഷൻ ഓഫ് ഷെയർസിൻ്റെ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനി അടുത്ത് നമുക്ക് സറണ്ടർ ഓഫ് ഷെയർസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതും ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലിൻ്റെ മറ്റൊരു പ്രൊസീജിയറാണ് ബൈ സറണ്ടർ ഓഫ് ഷെയർസ്. എന്താണ് സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് നോക്കാം. സറണ്ടർ, നമ്മൾ എന്തിനെങ്കിലും സറണ്ടർ ചെയ്യുവാണ്. എന്തിനെ സറണ്ടർ ചെയ്യുകയാണ്? ഷെയർസിനെ സറണ്ടർ ചെയ്യുന്നു. അതായത് ഇക്വിറ്റി ഷെയർസ്, ഇപ്പം മാർക്കറ്റിൽ ഓൾറെഡി ഉള്ള ഇക്വിറ്റി ഷെയർസ് ഷെയർ ഹോൾഡേഴ്സ് സറണ്ടർ ചെയ്യുവാണ്. അത് തിരിച്ച് കമ്പനിയിലേക്ക് സറണ്ടർ ചെയ്യുന്നു. അപ്പോൾ അത്രയും ക്യാപിറ്റൽ അങ്ങ് കുറയും കമ്പനിയുടെ ബുക്സിൽ നിന്നും അല്ലേ? അതാണ് സറണ്ടർ ഓഫ് ഷെയർസ്. സറണ്ടർ ഓഫ് ഷെയർസ് മീൻസ് ഗിവിങ് അപ്പ് ദ റൈറ്റ് ഓൺ ദ ഷെയർസ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. അവരുടെ ഷെയറിൻ്റെ റൈറ്റ് കമ്പനിയിലേക്ക് തിരികെ സറണ്ടർ ചെയ്യുന്നു. അന്ന് മുതൽ പിന്നീട് അത്രയും ഷെയർ ക്യാപിറ്റൽ കമ്പനിയിൽ നിന്നും കുറയുകയാണ് ചെയ്യുന്നത്. സോ ദ ഷെയർസ് സോ സറണ്ടർഡ് മേ ബി ഈദർ ക്യാൻസൽഡ് ഓർ മേ ബി റീറ്റെയിൻഡ് for being issued to preference shareholders, debenture holders or creditors in satisfaction of their claims. സാധാരണ ഇത് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ നടക്കുമ്പോഴാണ് ഇങ്ങനെ സറണ്ടർ സംഭവിക്കാറുള്ളത്. ഈ സറണ്ടർ ചെയ്യുന്ന ഷെയർസ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഡിബെഞ്ചേഴ്സും ക്രെഡിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ ലയബിലിറ്റീസ് കാണുമല്ലോ, അതിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ലയബിലിറ്റി സെറ്റിൽ ചെയ്യാൻ വേണ്ടി അവർക്ക് ഈ ഷെയർസ് അങ്ങ് കൊടുക്കാം. അപ്പോൾ ഡിബെഞ്ചർ മാറി അവിടെ എന്ത് വരും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരും. ഈ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എല്ലാം കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആവും. പിന്നീട് ക്രെഡിറ്റേഴ്സിൻ്റെ ലയബിലിറ്റി തീർക്കാൻ വേണ്ടി അവർക്ക് എന്ത് കൊടുക്കും? കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യും. അപ്പോൾ ആ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ലയബിലിറ്റി മാറി അതെന്തായി കൺവേർട്ടായി വരും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലായി വരും. അങ്ങനെ യൂസ് ചെയ്യാം നമുക്ക് ഈ സറണ്ടേർഡ് ഷെയർസിന്. അല്ലാന്നുണ്ടെങ്കിൽ
ഇപ്പോൾ സറണ്ടേർഡ് ഷെയർസ് നമ്മൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഒന്നും കൊടുക്കുന്നില്ല, അവരുടെ ക്ലെയിം സെറ്റിൽ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വീണ്ടും നമുക്ക് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാം, ഫ്രഷ് ആയിട്ട് ഇഷ്യൂ ചെയ്യാം. അതും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. നമ്മുടെ ബുക്കിൽ നിന്നിത് ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ ഷെയറിൻ്റെ എമൗണ്ടിനെ എത്ര ഷെയർസ് ആണോ സറണ്ടർ ചെയ്തത്, എത്ര വാല്യൂ ഓഫ് ഷെയർ ആണോ സറണ്ടർ ചെയ്തത്, അതിന് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലോട്ട് കൊണ്ടുപോകും. ഓക്കെ, ഈ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ നിന്നുള്ള ഫണ്ട് നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ സംഭവിക്കുമ്പോൾ അവിടെ ഫിക്റ്റീഷ്യസ് അസറ്റ്സും ഗുഡ് വില്ലൊക്കെ കാണും ഓവർ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന, അതിനെല്ലാം റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് സറണ്ടർ ഓഫ് ഷെയർസിൻ്റെ അക്കൗണ്ടിങ് പ്രൊസീജിയർ. അപ്പോൾ 1 by 1 ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്ന്. ഫസ്റ്റ് വൺ ഇസ് ഓൺ സറണ്ടർ ഓഫ് ഷെയർസ്. ആദ്യമായിട്ട് ഈ ഷെയർ സറണ്ടർ ചെയ്യാൻ നേരം എന്ത് സംഭവിക്കും, നമ്മുടെ ഷെയർ ക്യാപിറ്റൽ അത്രയും കണ്ടും കുറയില്ലയോ. അപ്പോൾ എത്രമാത്രം ഷെയർസാണ് സറണ്ടർ ചെയ്യുന്നത് അതിനെ ക്യാൻസൽ ചെയ്യുക. സോ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു സറണ്ടേർഡ് ഷെയർസ്, ഇതാണ് എൻട്രി. ഷെയർ ക്യാപിറ്റൽ കുറയുന്നു, പിന്നീട് ഇതിനെ എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു, ഒരു ടെമ്പററി അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, അതിൻ്റെ പേരാണ് സറണ്ടേർഡ് ഷെയർസ് അക്കൗണ്ട്. ഓക്കെ, ഇനി അടുത്തത് on cancelling debentures, creditors, etc. for the purpose of settling their claims using surrendered shares. അതായത് ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സറണ്ടർ ചെയ്ത ഷെയർസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലയബിലിറ്റീസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ എൻട്രി എന്ത് വരും, നമ്മളുടെ ഏത് ലയബിലിറ്റിയൊക്കെയാണോ നമ്മൾ സെറ്റിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ആ ലയബിലിറ്റി അത്രയും കണ്ട് കുറയും. ലയബിലിറ്റി കുറയുമ്പോൾ എന്ത് ചെയ്യണം, ലയബിലിറ്റീനെ ഡെബിറ്റ് ചെയ്യണം. എൻട്രി വിൽ ബി ഡിബെഞ്ചർ അക്കൗണ്ട് ഓർ ക്രെഡിറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു. അതിന് പകരം എന്താണ് അവർ കൊടുക്കുന്നത്, ഈ ഷെയർസാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരും. ഓക്കെ, സോ ഡിബെഞ്ചർ അക്കൗണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനെ സെറ്റിൽ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി അത്രയും കണ്ട് കുറയില്ലോ. എന്നിട്ട് എന്ത് വരും, അതിന് പകരമായിട്ട് പുതിയ ഇക്വിറ്റി ഷെയർസ് വരും. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വിൽ ഇൻക്രീസ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് നമ്മൾ ഇത് റീഇഷ്യൂ ചെയ്യുന്ന ഈ സറണ്ടേർഡ് ഷെയർസ്, അതിവിടെ സറണ്ടർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഷെയർസിനെ എന്ത് ചെയ്യാം, ഒന്നീ ഇതുപോലെ ഡിബെഞ്ചർ ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനൊക്കെ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ റീഇഷ്യൂ ചെയ്യാം. റീഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ സറണ്ടേർഡ് ഷെയർസ് അങ്ങ് പോയി നമ്മുടെ കയ്യിൽ നിന്ന്. നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു സറണ്ടേർഡ് ഷെയർസിന്, അതിനെ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അവിടെ എന്ത് വരും, പുതിയ പബ്ലിക് ആർക്കാണ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് അവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ക്യാപിറ്റൽ കൂടും. സോ സറണ്ടേർഡ് ഷെയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് എൻട്രി എഴുതുക. ഓക്കെ, ഇനി ഒരു കേസും കൂടെ ഉണ്ട്. ചിലപ്പോൾ നമ്മളിത് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുകയോ ഡിബെഞ്ചേഴ്സ് സെറ്റിൽ ചെയ്യാൻ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യണമെന്നുണ്ടാവില്ല. അതായത് ഈ എൻട്രി എഴുതി നിർത്തിയിരിക്കുക, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു സറണ്ടേർഡ് ഷെയർസ്. ഇത് എന്ത് ചെയ്യണം, നമ്മൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, സറണ്ടേർഡ് ഷെയർസ് ഡെബിറ്റിലും പോവും, പിന്നീട് ആ എമൗണ്ടിനെ നിങ്ങൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം, ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക്. സോ ഓൺ ക്യാൻസലിംഗ് ദ സറണ്ടേർഡ് ഷെയർസ് എൻട്രി വിൽ ബി സറണ്ടേർഡ് ഷെയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സറണ്ടർ ഓഫ് ഷെയർസിൽ വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം വരണമെന്നില്ല, സറണ്ടർ ചെയ്യാൻ നേരം ഈ എൻട്രി വരും, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു സറണ്ടേർഡ് ഷെയർസ്. അതിന് എന്തൊക്കെ ചെയ്യാം, ഒന്നിൽ അത് ഡിബെഞ്ചേഴ്സും ക്രെഡിറ്റേഴ്സും ഒക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ ഫ്രഷ് ഇഷ്യൂ നടത്താം, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്ത് കളയാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഇത്രയാണ് സറണ്ടർ ഓഫ് ഷെയർസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. എന്താണ് ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, പിന്നീട് എന്താണ് സബ് ഡിവിഷൻ ഓഫ് ഷെയർസ്, ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ നടത്തുന്ന പ്രൊസീജിയേഴ്സാണ്. ഒന്നി സബ് ഡിവിഷൻ ഓഫ് ഷെയർസ്, അല്ലാന്നുണ്ടെങ്കിൽ സറണ്ടർ ഓഫ് ഷെയർസ്. ഒരു പ്രൊസീജിയറും കൂടെ നിങ്ങൾ പഠിക്കണം, കൺസോൾട്ടേഷൻ, അത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സബ് ഡിവിഷനും സറണ്ടറും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത ഈ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെയുള്ള പ്രോബ്ലംസ് 2-3 വർക്കൗട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കൺസോൾട്ടേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് കൺസോൾട്ടേഷൻ്റെ ഒരു പ്രോബ്ലം, ഇതെല്ലാം എക്സാമിന് ചോദിക്കുന്നതാണ്. 4 മാർക്സിനും 15 മാർക്സിനും എല്ലാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന്. ജേർണൽ എൻട്രി ഒക്കെ ചോദിക്കുക, ഇതുപോലുള്ള ഓരോ ട്രാൻസാക്ഷൻ തന്നിട്ട്, സറണ്ടറിൻ്റെയൊക്കെ ട്രാൻസാക്ഷൻ തന്നിട്ട് ഈ ജേർണൽ എൻട്രീസ് എല്ലാം എഴുതാനായിട്ട് ചോദിക്കാം എക്സാമിന് 4 മാർക്സിനൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, താങ്ക് യു.